മറ്റൊരു വിദേശ വാർത്തയിലേക്ക് പോകുകയാണ്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി കാലിദാസിയ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ധാക്കയിൽ കഴിഞ്ഞ കുറേ നാളുകളായി രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും അതിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണുമാണ് കാലിദാസിയ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ബംഗ്ലാദേശ് എന്ന രാജ്യം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ കാലിദാസിയുടെ പാർട്ടിയുമായി ചേർന്നുകൊണ്ടാണ് അവിടെ പിടിമുറുക്കുന്നത്. മാത്രമല്ല, ഫെബ്രുവരി മാസത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ നോക്കുമ്പോൾ, ഒരു ഭാഗത്ത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ കുടുംബത്തെ പ്രതിനിധീകരിക്കുന്ന ഷെയ്ഖ് ഹസീനയും, മറുഭാഗത്ത് സിയാഉർ റഹ്മാൻ്റെ ഭാര്യയായിട്ടുള്ള ഇന്നിപ്പോൾ അന്തരിച്ച ഈ കാലിദാസിയുമായിരുന്നു. അതായിരുന്നല്ലോ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതുവരെയുള്ള ചരിത്രം. അതിൽ നിന്നും ഒരാൾ ഇപ്പോൾ മരണപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ വിലയിരുത്താൻ കഴിയുന്നത്? തീർച്ചയായും ഗൗതം, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് കാളിദാസിയയുടെ മരണം സംഭവിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവംബർ 23 മുതൽ ആശുപത്രിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ലങ്സിനും ശ്വാസകോശത്തിനും അതുപോലെ തന്നെ ഹൃദയത്തിനും സംബന്ധമായ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് അവർ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 35 ദിവസം 36ാമത്തെ ദിവസമാണ് ഇപ്പോൾ അവരുടെ മരണം സംഭവിക്കുന്നത്. ഈ 36 ദിവസമായി ചികിത്സയിൽ തുടരുകയായിരുന്നു അവർ. 80 വയസ്സായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു അവർ. 1991 ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അവർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 96-ലും, ചെറിയൊരു കാലയളവാണെങ്കിൽ കൂടി 96-ലും, പിന്നീട് 2001 മുതൽ 2006 വരെയും അവർ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്തിരുന്നു. അതായിരുന്നു അവർ ആദ്യമായി പ്രധാനമന്ത്രിയായ ഒരു ചരിത്രം. അതാണ് അത് നമുക്കറിയാവുന്നതാണ്. ഇർഷാദ് എന്ന് പറയുന്ന പട്ടാള മേധാവിയുടെ മുഹമ്മദ് ഇർഷാദ്, അതായത് ഹുസൈൻ മുഹമ്മദ് ഇർഷാദ് എന്ന് പറയുന്ന പട്ടാള മേധാവിയുടെ ദുർഭരണത്തിനെതിരെ 1986-ൽ ശക്തമായ രീതിയിലൊരു രാഷ്ട്രീയ സംഘടനാ സ്വഭാവത്തോടുകൂടി ഒരു സഖ്യം രൂപീകരിക്കുകയും ആ സഖ്യം പിന്നീട് തകർന്നെങ്കിലും പിന്നീട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള സ്ഥാപിച്ച് കൃത്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്ത രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. സിയാഉർ റഹ്മാൻ്റെ ഭാര്യയാണ്. അത്തരത്തിലുള്ള നിരവധിയായ പ്രത്യേകതകൾ അവർക്കുണ്ട്. എങ്കിൽ കൂടി രാഷ്ട്രീയ രംഗത്ത് കൃത്യമായ നീക്കങ്ങൾ നടത്തിയ ജനാധിപത്യ സ്വഭാവത്തോടെ പ്രവർത്തിച്ചൊരു ചരിത്രം അവർക്കുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ, നിലവിലിപ്പോഴുള്ള പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേരത്തെ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിലെ തന്നെ മറ്റു ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി നേരത്തെ അത് കൃത്യമായൊരു നീക്കം, രാഷ്ട്രീയ നീക്കം നടന്നിരുന്ന, അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശിലെ ഏകാധിപത്യ സ്വഭാവമുള്ള പട്ടാള ഭരണങ്ങൾക്കെതിരെ നീക്കം നടന്നിരുന്ന കൃത്യമായൊരു രാഷ്ട്രീയ റൈവൽറിയുടെ ഭാഗമായി, രാഷ്ട്രീയമായി രണ്ടു പേരും തമ്മിൽ നടക്കുന്ന ശക്തമായ മത്സരങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യം കൂടിയായിരുന്നു അവർ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്നത്തെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അവരുടെ മരണം എന്ന് പറയുന്നത് രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഏത് രീതിയിലാണോ ബംഗ്ലാദേശ് പണ്ട് പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഒരു സാഹചര്യം 1991 മുതൽ ഇവർ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്, ആ ഒരു ചരിത്രത്തിൽ നിന്നും തിരിച്ചു നടക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഭാരതത്തിന് എതിരായ നീക്കങ്ങൾ നടത്തുന്നു. എന്തുകൊണ്ടോ ഭാരതത്തിൻ്റെയും സ്വാഭാവികമായും USSRൻ്റെ ഒരു നയതന്ത്ര പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി രൂപീകരിക്കപ്പെട്ട ഒരു രാജ്യമെന്ന നിലപാട് കൃത്യമായുള്ള പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യം, നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തെ അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാകുന്നു. താൽക്കാലിക സംവിധാനം പല രീതിയിലുള്ള ഭീകര അനുകൂല സ്വഭാവം കാണിക്കുന്നു, പാകിസ്ഥാനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ ഭാരത വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നു എന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ഏത് രീതിയിലാണോ ഇവരുടെ മരണം രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത് എന്നതും കൃത്യമായൊരു ചോദ്യമാണ്. ഇത് തന്നെയായാലും അവരുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു. ബംഗ്ലാദേശിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അന്തരിച്ചിരിക്കുന്നു. ഖാലിദാസിയയുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവർ പലതവണ, അതായത് 2-3 തവണ അധികാരത്തിൽ തുടരുകയും ബംഗ്ലാദേശിനെ നയിക്കുകയും ചെയ്ത ഒരു ചരിത്രവും അവർക്ക് അനുകൂലമായി തന്നെ നമുക്ക് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി, ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കാലിദാസിയ അന്തരിച്ചിരിക്കുകയാണ്. 80 വയസ്സായിരുന്നു. വിവിധ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ ആയിരുന്നു കാലിദാസിയ. ഫെബ്രുവരി മാസത്തിൽ ബംഗ്ലാദേശിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ആ പാർട്ടിയെ ഇതുവരെ നയിച്ചിരുന്ന കാലിദാസിയയുടെ അന്ത്യം സംഭവിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസണാണ് ചേർന്നത്.